ഹായ് ഗായ്സ്, അപ്പം എൻ്റെ ഓഫ് ദിവസം ഓഫായി കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ചായയിലൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ചായയാണ് പറഞ്ഞെങ്കിലും കട്ടൻ കാപ്പിയാണ് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ ഈ ഇടയായിട്ട് ഹെൽത്തി പാതയിലൂടെ ഞാൻ സഞ്ചരിക്കുന്ന കാരണം ബ്രേക്ക്ഫാസ്റ്റും അതേപോലത്തെ ഒരു കൂട്ടമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചൊല്ല് മറക്കണ്ട, ബ്രേക്കിംഗ് ദ ഫസ്റ്റ്. ഓഫ് ദിവസം ആയതുകൊണ്ട് തന്നെ തലേദിവസം ഞാൻ ഫുള്ള് ഡ്രസ്സ് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങിയതിന് ശേഷം ബെഡിൽ കൊണ്ടുവന്നിട്ടു, അതെല്ലാം മടക്കി വെച്ച് ബെഡും സെറ്റാക്കി. ഓഫ് ആയതുകൊണ്ട് വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ ഒട്ടും പറ്റില്ല. അന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പം അന്ന് ഫുള്ള് ഈ കുക്കിംഗ് പ്രിപ്പറേഷൻ കാര്യങ്ങളും പിന്നെ എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നാളികേരം ചെരുകി വെക്കാണ്. ഇതും രണ്ടുമൂന്ന് കറിയൊക്കെ വെക്കാലോ ഈ ആഴ്ചയുള്ള പ്ലാനിലാണ് ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വയ്യാണ്ടായിപ്പോയി. ചൂടെടുത്തിട്ട് ഞാൻ കണ്ടില്ല, വേർത്ത് കുളിച്ചാണ് ഇരിക്കുന്നത്. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ് കുളിച്ച് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ സൂര്യനെ തെറി വിളിച്ച് കുറച്ച് നേരം ബെഡിൽ പോയി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് വീണ്ടും വന്നായിരുന്നു കേട്ടോ. മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായി. മാവ് കുഴച്ച് വെച്ചാൽ ചീത്തയായി പോവില്ലേ. ചപ്പാത്തി ഉണ്ടാക്കണം. രാത്രിയിലത്തേക്കും പിറ്റേ ദിവസത്തേക്കുള്ള ചപ്പാത്തി ആയിരിക്കും കേട്ടോ ഞാനിന്ന് ഇപ്പം ഉണ്ടാക്കി വയ്ക്കുക. ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോവും. എനിക്ക് ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമല്ല. എനിക്ക് ചപ്പാത്തി കുറച്ചും കൂടെ ഇഷ്ടം. കാരണം ഗോതമ്പ് ദോശയ്ക്ക് വലിയ വികാരങ്ങളൊന്നുമില്ല. അങ്ങനെ ചപ്പാത്തി പരത്തി കഴിഞ്ഞ ശേഷം അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഞാൻ പിന്നെ അമ്മ കൊണ്ടുവന്ന നെയ്യുണ്ട്, അമ്മ കൊണ്ടുവന്നല്ല, അമ്മ കൊടുത്തയച്ചൊരു നെയ്യ് ഉണ്ടായിരുന്നു. പാല് കിട്ടുമ്പോൾ അതിൽ നിന്ന് കടഞ്ഞെടുത്ത നെയ്യ് പാട മാറ്റി വെച്ച് നമ്മൾ നെയ്യ് ഉണ്ടാക്കും. അത് വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ ചുട്ട് പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ ഉച്ചക്കാലത്തുള്ള ഫുഡ് കഴിക്കും. ചിക്കൻ കറി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കി എടുത്തു. പിന്നെ ക്യാരറ്റും കുക്കുമ്പറും സാലഡായിട്ടും പിന്നെ യോഗട്ടാണ് കേട്ടോ, അത് തൈരല്ല. തൈരും യോഗട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും എടുത്തു. പിന്നെ എനിക്ക് മട്ടരിയെ കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതും എടുത്ത് എൻ്റെ വാട്ടർ ബോട്ടിലും എടുത്ത് വെച്ചിട്ട് ഫുഡ് അടിക്കുകയാണ് ഞാൻ. താഴെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കണം. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേർത്തൊരു ക്ഷീണിതയായി. അപ്പോഴേക്കും പകുതി ദിവസം ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു കേട്ടോ. നമ്മുടെ വീക്ക് ഓഫൊക്കെ അങ്ങനെയാണ് പോവാറ്. അത് കഴിഞ്ഞ് ഫുള്ള് വേർത്തുള്ളൂ. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അലക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കുളിക്കാൻ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഫുള്ള് വാഷിംഗ് മെഷീൻ ഉണ്ട്, അത് പുറത്താണ് വെച്ചിരിക്കണേ. വാഷിംഗ് മെഷീൻ ഉള്ള കാരണം ഉപകാരമുണ്ട്. അപ്പോൾ ആ ഒരു വലിയൊരു പണി അങ്ങ് തീരും. അങ്ങനെ ഞാൻ കുളിയും വാഷിംഗ് മെഷീൻ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഷർട്ടും പിന്നെ ജഗ്ഗിങ്ങും ആണ്. ഒരു ബ്ലാക്ക് ജഗ്ഗിങ് ആണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തല ഞാൻ പിന്നെ വാഷ് ചെയ്തായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് വേർത്തപ്പോൾ ഞാൻ വീണ്ടും വാഷ് ചെയ്തു. ഇതാണ് എൻ്റെ ലുക്ക്. ഞാൻ ഹെയർ കോംബ് ചെയ്തില്ല, കാരണം ഒരു റഫ് ലുക്കിലാണ് പോകുന്നത്. ഈ നനഞ്ഞ മുടി അങ്ങ് ചീവി കഴിഞ്ഞാൽ പിന്നെ പൊട്ടും. അങ്ങനെ ഞാൻ ഇപ്പോൾ ഫ്രീ ഹെയറിലാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റഫ് ലുക്കിലാണ് ഞാൻ ഇറങ്ങുന്നത്. ആരെങ്കിലും തല്ലാൻ പോകുന്ന ഒരു എഫക്റ്റിലാണ്. അങ്ങനെ ഞാൻ ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം 2 മിനിറ്റ് അവിടെ പുറത്ത് തന്നെ നിന്നായിരുന്നു. അതിന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായയുടെ കൂടെ 2-3 കടികളും കഴിച്ചായിരുന്നു. ചായക്ക് പകരം ഞാൻ പാലാണ് കേട്ടോ എടുത്തത്. എന്തായാലും ഇവള് പാലാ കുടിക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് പാൽ കുടിക്കാമെന്ന് വെച്ചാൽ മധുരം ഇട്ടില്ല. അപ്പോൾ കട്ടൻ കാപ്പി കട്ടൻ ചായ മധുരം ഇടാണ്ട് കുടിക്കൽ ശോകം. അപ്പോൾ ഞാൻ പാലങ്ങനെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജയലക്ഷ്മി പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് ഞാൻ. സാരി എടുക്കണം. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സാരിയുടെ കുറേ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ജയലക്ഷ്മി പോക്ക് കുറവാണ്, അപ്പോൾ അങ്ങനെ പോയി നോക്കാമല്ലോ, നമ്മളെല്ലാവരും എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ പോയി എല്ലാം പർച്ചേസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുതിയതായിട്ട് വന്നൊരു സ്ക്രീം റോൾ, മറ്റേ ഐസ് റോളൊക്കെ ഇല്ലേ, അതേ സെറ്റപ്പ്. അത് വാങ്ങിച്ച് കഴിച്ച് എല്ലാം ടയേർഡായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തി. അത് കഴിഞ്ഞ് ഫ്രഷായി കഴിഞ്ഞ ശേഷം മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യണമല്ലോ, മുഖമൊക്കെ കഴുകണം. അങ്ങനെ ഞാൻ ഓയിൽ വെച്ചിട്ടാണ് മേക്കപ്പ് റിമൂവ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ റിലാക്സായി. വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം സിറം പുരട്ടി കഴിയുമ്പോൾ തന്നെ ഒരു ആശ്വാസമായിരിക്കും കേട്ടോ. പിന്നെ വിറ്റാമിൻ സി സെറും നിനാസിനമാഡും ഇട്ടു. അണ്ടർ ആംസിൽ ഒരു ഡാർക്ക്നെസ് എനിക്ക് ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ അണ്ടർ ഐസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഉറങ്ങാനാകുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും. പിന്നെ വൈറലായിട്ടുള്ള ഒരു കൊറിയൻ ബ്രാൻഡ് കോസറസിൻ്റെ സ്മെയിൽ മ്യൂസിൻ ഇട്ട് കൊടുത്തു. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് നമ്മളുടെ സ്കിൻ ലോക്കാക്കിയായിരുന്നു കേട്ടോ. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. കാരണം നമ്മൾ ഫുൾ ഡേ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ ശേഷം വന്ന് റിഫ്രഷ് ആയതിനു ശേഷം ഇതൊക്കെ ഇട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു റിലാക്സിങ് ഫീൽ ഉണ്ടല്ലോ സ്കിന്നിന്, അതൊരു കിടുക്കാഴ്ചയാണ്. എന്നിട്ടും തീർന്നില്ല, ഞാൻ പായസം കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് ബ്രഷൊക്കെ ചെയ്ത് എന്നും ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ചെയ്യാൻ തോന്നി ഞാൻ ചെയ്ത് ലാസ്റ്റ് ലിപ് ബാം ഇട്ടിട്ട് അങ്ങ് കിടന്നു കേട്ടോ. കിടക്കുമ്പോണ്ടല്ലോ ആ നടു അങ്ങ് നിവർത്തുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. ടാറ്റാ, ടേക്ക് കെയർ.